ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 ഏപ്രിലിലെ PSC ബുള്ളറ്റിനിലെ പൊതുവിജ്ഞാനം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന എല്ലാ PSC എക്സാമുകളിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി S. രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി S. രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ മന്ത്രി ലക്ഷ്മി N. മേനോൻ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ മന്ത്രി ലക്ഷ്മി N. മേനോൻ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധ ഉദ്ദേശ്യ ഉപഗ്രഹം ഇൻസാറ്റ് 1A. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര 2. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര 2. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. അതും കൂടെ ഓർത്ത് വെച്ചോണേ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്താൽ നിർമ്മിക്കുന്ന ചുക പ്രൊജക്റ്റ് ഏത് രാജ്യത്താണ്? ഭൂട്ടാൻ. ചുക പ്രൊജക്റ്റ് ഭൂട്ടാൻ. ഇംഗ്ലണ്ടിലെ മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കുടിയേറാനായി പോയ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് മേയ്ഫ്ലവർ. ഇംഗ്ലണ്ടിലെ മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കുടിയേറാനായി പോയ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് മേയ്ഫ്ലവർ. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് പ്രവർത്തിച്ചിരുന്നത്? ബേസൽ ഇവാഞ്ചിക്കൽ മിഷൻ. ഏത് കേസിലാണ് ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്? ലാഹോർ ഗൂഢാലോചന കേസ്. ഏത് കേസിലാണ് ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്? ലാഹോർ ഗൂഢാലോചന കേസ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ലോയിഡ് ജോർജ്. ഏറ്റവും ഉയരം കൂടിയ പൂവ് ടൈറ്റൻ ആം. ഏറ്റവും ഉയരം കൂടിയ പൂവ് ടൈറ്റൻ ആം. ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യം കിരിബാറ്റി. ഏറ്റവും നീളമുള്ള പാമ്പ് റെട്ടിക്കുലേറ്റഡ് പൈത്തൺ. വാൾഡസ് പെനിൻസുല ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ്? തെക്കേ അമേരിക്ക. ഓറഞ്ച് ദിനം വനിതകൾക്കെതിരെയുള്ള അതിക്രമ നിവാരണ ദിനം നവംബർ 25. ഓറഞ്ച് ദിനം വനിതകൾക്കെതിരെയുള്ള അതിക്രമ നിവാരണ ദിനം നവംബർ 25. ഓസ്കറിന് ബദലായി കണക്കാക്കപ്പെടുന്ന അവാർഡ് ഇൻഡിപെൻഡൻ്റ് സ്പിരിറ്റ്.
ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്നത് വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്നത് വുഡ്രോ വിൽസൺ. ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാൻയൂബ്. വരയാടുകളുടെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയ ദേശീയ ഉദ്യാനം ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയ ദേശീയ ഉദ്യാനം ഇരവികുളം. ഓർത്തോഗ്രഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ വർണ്ണവിന്യാസം. ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ സ്ഥാപിതമായ വർഷം 1990. ഇറാനിലെ ഗ്രീൻ സാൽട്ട് പ്രൊജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യുറേനിയം സംസ്കരണം. രാജ്യസഭയുടെ 1/3 അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? 2 വർഷം. രാജ്യസഭയുടെ 1/3 അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? 2. രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. രാജ്യസഭ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി MM ജേക്കബ്. രാജ്യസഭ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി MM ജേക്കബ്. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. രാജ്യാന്തര ശാസ്ത്ര ദിനം നവംബർ 10. രാജ്യാന്തര ശാസ്ത്ര ദിനം നവംബർ 10. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി PC മഹലോനോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി PC മഹലോനോബിസ്. 2 വിരലുകളുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. റഫ്ലേഷ്യ പൂവ് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം മലേഷ്യ. ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം കാണ്ഡം. ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി. ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനവും കവരത്തിയാണ്, അതും കൂടെ ഓർത്തു വെച്ചോണം. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ലിബിയയിലെ നാണയം ദിനാർ. APJ അബ്ദുൽ കലാം ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. APJ അബ്ദുൽ കലാം ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. എനർജി ആക്ടിവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന്? 2002 മാർച്ച്. VT ഭട്ടതിരിപ്പാടിൻ്റെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്തുമനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്തുമനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാട്. കരിങ്കാലൻ 1-ാം ശതകത്തിൽ കാവേരിയിൽ പണികഴിപ്പിച്ച കല്ലണൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. ഏത് നദിയിലാണത്? കാവേരി. കരികാലൻ 1-ാം ശതകത്തിൽ കാവേരിയിൽ പണികഴിപ്പിച്ച കല്ലണയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. ഏത് നദിയിലാണത്? കാവേരി. എന്തിൻ്റെ വകഭേദമാണ് ചാർക്കോൾ? കാർബൺ. SK പൊറ്റക്കാടിൻ്റെ പൂർണ്ണനാമം ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ടിൻ്റെ പൂർണ്ണനാമം ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട്. ഏറ്റവും കുറച്ചുകാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് VV ഗിരി. ഏറ്റവും കുറച്ചുകാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് VV ഗിരി. VK കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. വിനാഗിരിയിലെ ആസിഡ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിലെ ആസിഡ് അസറ്റിക് ആസിഡ്. വിറ്റാമിൻ B12 ശാസ്ത്രനാമം സയനോകൊബാലാമിൻ. വിറ്റാമിൻ B12 ശാസ്ത്രനാമം സയനോകൊബാലാമിൻ. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്.
ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത്തെ കുറിക്കുന്ന പദം ഏത്? സൂപ്പർസോണിക്. ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത്തെ കുറിക്കുന്ന പദം ഏത്? സൂപ്പർസോണിക്. കാൽപാദത്തിൽ മുട്ട വെച്ച് അടനിൽക്കുന്ന പക്ഷി പെൻഗ്വിൻ. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ചെറിയാൻ മാപ്പിള. കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര സുക്രോസ്. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന വസ്തു ഇൽമനൈറ്റ്, മോണോസൈറ്റ്. കാൻഫെഡിൻ്റെ സ്ഥാപകൻ PN പണിക്കർ. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേര് കൂണിക്കൾച്ചർ. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേര് കൂണിക്കൾച്ചർ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത് ഉള്ളൂർ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത് ഉള്ളൂർ. ശിവസേന ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? മഹാരാഷ്ട്ര. ശിവസേന ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? മഹാരാഷ്ട്ര. ശിശുപാലവധം രചിച്ചതാര്? മാഖൻ. കിഷൻഗഡ് പെയിന്റിംഗ് ഏത് സംസ്ഥാനത്താണ് ഉത്ഭവിച്ചത്? രാജസ്ഥാൻ. കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന മുഗൾ ഭരണാധികാരി ബാബർ. കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന മുഗൾ ഭരണാധികാരി ബാബർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്